വർഷങ്ങളായി മൂന്നാറിൽ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് കീഴടക്കി കച്ചവടം നടത്തുന്ന ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന്റെ നോട്ടീസ്. 12 വാഹനങ്ങൾക്കാണ് 7 ദിവസങ്ങൾക്കുള്ളിൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം വാഹനങ്ങൾ നീക്കം ചെയ്യാത്ത പക്ഷം പഞ്ചായത്ത് സ്വമേധയാ വാഹനങ്ങൾ നീക്കം ചെയ്യും. വർഷങ്ങളായി മൂന്നാറിൽ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് കീഴടക്കി കച്ചവടം നടത്തുന്നതുൾപ്പെടെയുള്ള വാഹനങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുള്ളത്. പഴയ മൂന്നാർ മൂലക്കടയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലെ 12 വാഹനങ്ങൾക്കാണ് 7 ദിവസങ്ങൾക്കുള്ളിൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉദയകുമാർ നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വർഷങ്ങളായി പാർക്ക് ചെയ്തിരിക്കുന്ന അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി ആദ്യപടി എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളിൽ സെക്രട്ടറി നോട്ടീസ് നൽകുകയും ആ വാഹനങ്ങളുടെ ഉടമസ്ഥരെ കണ്ടെത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട RTOയ്ക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വിലാസം ലഭിച്ചാലുടനെ അവർക്ക് രജിസ്റ്റർ തപാലുമായിരിക്കും. അപ്പോഴും മാറ്റിയില്ലെങ്കിൽ പഞ്ചായത്ത് ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നിയമാനുസൃത നടപടി സ്വീകരിച്ചുകൊണ്ട് ആ വാഹനങ്ങൾ പഞ്ചായത്തിലേക്ക് മുതൽക്കൂട്ടുന്നതിലേക്കും. പുറമേ നിന്നുള്ള വാഹനങ്ങൾ നിർത്തിയിടാൻ സാധിക്കാത്ത വിധത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ട് കയ്യേറി ചില വാഹനങ്ങൾ സ്ഥിരമായി നിർത്തിയിട്ട് കച്ചവടം നടത്തുന്നതായും ചില വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാഹനങ്ങളിൽ നോട്ടീസ് പതിച്ചത്. 7 ദിവസത്തിനകം വാഹനങ്ങൾ നീക്കം ചെയ്യാത്ത പക്ഷം പഞ്ചായത്ത് നീക്കം ചെയ്ത് നല്ലതണ്ണിയിലെ ഡംപിംഗ് യാർഡിലേക്ക് മാറ്റുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.